ഹായ്. അപ്പോൾ ഇന്ന് പോയത് കോങ്ങാടുള്ള ഹിൽ ആൻഡ് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതിൻ്റെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അപ്പോൾ നമ്മൾ വൈകിട്ടായിട്ടാണ് പോയത്. ഒരു 5 മണിക്കൊക്കെ ശേഷമാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുവാണ്. എല്ലാവർക്കും ടിക്കറ്റ് വേണം. ടിക്കറ്റ് റേറ്റ് 30 രൂപ എന്തോ ആയിരുന്നു. ടിക്കറ്റ് റേറ്റ് കുറവാണ്. പിന്നെ ഇത് വലിയൊരു പാർക്കൊന്നുമല്ല, ചെറിയൊരു പാർക്കാണ്. ഞാനും ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടാണ് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, കുറേ കളിക്കാനുള്ള റൈഡ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ പോവാമെന്നും പറഞ്ഞ് നമുക്ക് അടുത്താണ്. തേനൂരിന്ന് കോങ്ങാടോട്ട് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഒരു ഓട്ടോക്ക് വിളിച്ചിട്ട് അമ്മയും ഞങ്ങളും കൂടി പോയതാണേ. ഇവിടെ ചെറിയ ചെറിയ റൈഡ്സാണ് കേട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല സേഫായിട്ട് കളിക്കാൻ പറ്റുമേ. അപ്പോൾ പിള്ളേരെയൊക്കെ കയറ്റി വിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് ഇവർ അടിപൊളിയായിട്ട് കളിക്കുവാണ്. ഇതിൽ കുറേ ഫ്രീ റൈഡ്സ് ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. അതല്ലാതെ നമ്മൾ 30 രൂപ അല്ലെങ്കിൽ 50 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൽ റേറ്റ്. പിന്നെ ഇത് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെയാണ്. അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ കാണാം. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കോംബോ ഓഫർ പോലെയൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമെങ്കിൽ അങ്ങനെ അതുമാത്രം എടുത്താൽ മതി. കോംബോയിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് പെടത്തില്ല. പിന്നെ ബാക്കി ഏതൊക്കെ റൈഡ്സൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കോംബോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ബോട്ടിൽ കയറ്റി 3 ആൾക്കും ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഞാനും പിള്ളേരും കയറി. അപ്പോൾ അത്രയാണ് നമ്മളെടുത്തത്. ഗ്ലാസ് ബ്രിഡ്ജിൽ വലിയവർക്ക് 100 രൂപയും ചെറിയവർക്ക് 50 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പിള്ളേരെ ഇങ്ങനെ സേഫായിട്ട് വിടാം. വലിയ വലിയ സംഭവം റൈഡ്സ് അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ലായിരുന്നു. പിന്നെ ബോട്ടിങ് കണ്ടപ്പോൾ ബോട്ടിങ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് താഴോട്ട് പോവുകയാണ്. ഇത് മേലെന്ന് താഴെയാണ് ഈ ബോട്ടിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു കുന്നെന്തോ ആണ്. കുന്നിൻ്റെ മേലെ ഇവിടെ ഇങ്ങനെ ഒരു ഇതിരിക്കുവാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ കുറേ പാറക്കെട്ടുകളാണ്, ഫുള്ള് പാറയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇവർ ഈ സ്ഥലം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുവാണ്. എല്ലാം ചെറിയ രീതിയിൽ, വലിയ സ്പേഷ്യസ് ഒന്നുമല്ല, പക്ഷെ എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാർക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷേ റേറ്റ് കുറവാണ്. നമുക്ക് കുട്ടികളെയൊക്കെ വൈകിട്ട് കൊണ്ടുപോയി ആക്കി കുറച്ച് സമയം കളിപ്പിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ 3 ആളും ഓരോ ബോട്ട് പിടിച്ചു അതിൽ കയറുവാണ്. അപ്പോൾ ഈ ബോട്ടിങ്ങിനൊക്കെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് ചാർജ് അല്ലാതെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ അധികം ആൾക്കാരില്ലെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിൽ കയറിയിരിക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ അങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കാം. അപ്പോൾ അതൊന്നും വലിയ റെസ്ട്രിക്ഷൻസ് ഇവർ പറയുന്നില്ല. ദേവൂനമ്പാടിക്കും എത്ര പാർക്ക് പോയാലും മതിയാവില്ല. ഈ ബോട്ടിലൊക്കെ എത്ര പ്രാവശ്യം കയറിയിട്ടുള്ളത് എന്നാലും മതിയാവില്ല. പിന്നെ അത് അത്ര ആഴമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സേഫാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഈ ചൂട് സമയം വെക്കേഷനൊക്കെ ആയിരുന്ന സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ വെള്ളം ആയിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കയറണമെന്നും പറഞ്ഞിട്ടും ബഹളമായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർ 3 പേര് ഇങ്ങനെ കുറേ നേരം ബോട്ടിങ് കളിച്ചോട്ടെ. നമുക്ക് ഇവിടെ നിന്ന് മതിയായേ. അങ്ങനെ ഇതാണ് മേലെ കേട്ടോ, ഗ്ലാസ് ബ്രിഡ്ജാണ് ആ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു പാർട്ടി ഹാളുണ്ട്. അവിടെ എന്തെങ്കിലും ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻസൊക്കെ വെക്കുകയാണെങ്കിലും നല്ലതാണ്. അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ രീതിയിലെല്ലാം ഉണ്ട്. വാഷ്റൂം ആണെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് വലിയവർക്ക് ഇരുന്ന് ആടാനായിട്ട് ഊഞ്ഞാലുണ്ട്. അങ്ങനെ വേറൊരു സെക്ഷൻ ഉണ്ട്, വേണമെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പിള്ളേർ ഭയങ്കര കളിയാണ് ബോട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കിയേ. ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്ദുവാണ് ഈ കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസിലൊക്കെ ഫ്രീ ആണ്. പിന്നെ ആ ജമ്പ് ചെയ്യണതിൽ പിന്നെ അങ്ങനെ 2-3 മാത്രം എന്തോ അവർ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും നമ്മൾ കയറിയില്ല. ചുമ്മാ അതിലൊക്കെ എപ്പോഴും കയറുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അങ്ങ് കയറാൻ ഊഞ്ഞാലും അങ്ങനെ എല്ലാത്തിലും ചെയ്യാം. പിന്നെ അത് ജസ്റ്റ് നടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഇരിക്കുക. നമുക്കിതാണ് നടക്കാനുള്ള സ്പേസ്. നല്ലൊരു ഏരിയയാണ്. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല രസമാണ്. അപ്പോൾ പിള്ളേരാണെങ്കിൽ ഊഞ്ഞാലിൽ കയറണു, അങ്ങനെ ഓരോന്നിൽ കയറി മറിഞ്ഞിങ്ങനെ നടപ്പാണ്. ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുക കേട്ടോ. ഇവിടെയൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി കൊണ്ടൊക്കെ വന്ന് വൈകിട്ടൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്പേസാണ് കേട്ടോ. അപ്പോൾ പാലക്കാടാണിത്. പാലക്കാടിൽ കോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ തന്നെ കുറച്ച് ജസ്റ്റ് ഉള്ളിലേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഇരിക്കാം ഊഞ്ഞാലിലെല്ലാം. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്കിങ്ങനെ ചെറുതായിട്ട് സ്നാക്സൊക്കെ ഉണ്ട്. പിന്നെ ചായ, അങ്ങനെ ഐസ്ക്രീം, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കഴിക്കാൻ. അപ്പോൾ ഞാനൊരു ചായയൊക്കെ വാങ്ങി കുടിച്ചു.
കുട്ടികൾക്കായിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ മേടിച്ചത്. അപ്പോൾ എനിക്കിത് എന്താണെങ്കിലും നന്നായി തോന്നി. നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമായി. പിന്നെ ഞാനും പിള്ളേരും കൂടിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് നന്ദുവാണേ ഫസ്റ്റ് ഈ നടന്നു പോണത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപ അങ്ങനെയായിരുന്നു. അപ്പോൾ അതാ നമ്മളെല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ഗ്ലാസ് ബ്രിഡ്ജിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാലും നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ പിന്നെ ഓട്ടമായിരുന്നു കേട്ടോ. ആദ്യം കുറച്ചൊക്കെ ഒന്ന് പേടിച്ചു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നേ. പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കയറാനും. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇവരുടെ ബാക്കിൽ ഇങ്ങനെ നടന്നു വരുവാണ് കേട്ടോ. അപ്പോൾ ദേവുവിൻ്റെ വക ഇവിടെ ഒന്ന് ഫോട്ടോ പോസും റീൽസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാൻസ് കളിയോ അങ്ങനെയൊക്കെ ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചു, അങ്ങനെ ഓരോന്നൊക്കെ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു ഇവരെല്ലാവരും കൂടി. അപ്പോൾ അതൊക്കെ രസമായിരുന്നു. ഇതാ ഇവളെന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. മറ്റേ പ്രേമലൂത്ത പാട്ടാണ്, റീനു ആണെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റൈലിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ പിള്ളേർ സെറ്റ് ഇവിടെ ഭയങ്കര തകർക്കലാണ്. ഒരു പേടിയില്ലേ, ഒന്നുമില്ല. എല്ലാവരും ഡാൻസ് കളിയും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഫോട്ടോ എടുക്കൽ, അങ്ങനെ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു തന്നു, പിള്ളേരുടെ ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. പോവാമെന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല. ചുമ്മാ ഇങ്ങോട്ട് നടക്കുക അങ്ങോട്ട് നടക്കുക അങ്ങനെയൊക്കെയായിരുന്നു. എന്താണെങ്കിലും ഞങ്ങൾ കുറച്ച് നേരം ഗ്ലാസ് ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്തിട്ട്, എന്താണെങ്കിലും പൈസ കൊടുത്തതല്ലേ, അതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ രാത്രി ആവാറായല്ലോ, അപ്പോൾ തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിതാ വേഗം തിരിച്ചിറങ്ങുകയും ചെയ്തേ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്ര ദൂരമേ ഉള്ളൂ, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇത് ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഇത് ആ ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്തു. എൻ്റെ ഫോട്ടോ ദേവും എടുത്തു തന്നു. പിന്നെയും കളി കഴിഞ്ഞില്ല, അത് എന്തിൻ്റെയൊക്കെ മേലെ പിന്നെയും ചാടി കയറിയൊക്കെ മറയുന്നുണ്ട്. ഈ സംഭവത്തിന് പൈസ കൊടുക്കണം തോന്നുന്നു, 30 രൂപ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരറിയാതെ അങ്ങ് കയറിയതാണ്. പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പോവാമെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് വന്നത്. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ. ചെറിയൊരു പാർക്കാണ്, പക്ഷെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഒരു പാർട്ടി ഹാൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ആ ഹാൾ കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഹാളാണ്. അപ്പോൾ അതിൽ ചെറിയ ഫങ്ഷൻസൊക്കെ നമുക്ക് നടത്താം, അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ അടുത്തുള്ളവരൊക്കെ പോയി നോക്കുക, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഇതുള്ളത് കോങ്ങാടാണ്. പാർക്കിൻ്റെ പേര് ഹില്ലാൻഡ് പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂ കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങളും വീട്ടിലോട്ട് പോട്ടെ കേട്ടോ. ശരി, ബൈ ബൈ.